നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നില വർദ്ധിപ്പിക്കാമെന്ന മോഹവുമായി നീങ്ങുന്ന ഇടതുമുന്നണിക്ക് വീണ്ടും ഇതാ തിരിച്ചടി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മുന്നണിയുമായി അടുപ്പം പുലർത്തിപ്പോന്നിരുന്ന ഓർത്തഡോക്സ് സഭയുടെ പുതിയ നിലപാടാണ് LDFനും സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയായിരിക്കുന്നത്. സർക്കാരിന് മുന്നറിയിപ്പുമായി ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ രംഗത്തെത്തിയതാണ് തെരഞ്ഞെടുപ്പ് മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചർച്ച് ബില്ലിനോടുള്ള അതൃപ്തിയാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ എതിരാക്കിയത്. നീതി നിഷേധിക്കുന്നവർക്കെതിരെയുള്ള സഭാ മക്കളുടെ ശക്തമായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സഭാ സെക്രട്ടറി തുറന്നു പറയുന്നു. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ്റെ സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ സഭാ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇക്കാര്യവും ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ പ്രതികരണത്തിൽ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പുത്തൻ കുരിശ് പ്രസ്താവനയോടെ സഭാ മക്കൾക്ക് വിദ്വേഷമുണ്ട്. ചർച്ച് ബിൽ എന്നത് സാങ്കല്പികമായ നിർദ്ദേശം മാത്രമാണ്. ചർച്ച് ബില്ലൊന്നും വരില്ലെന്നാണ് കരുതുന്നത്. വസ്തുത മനസ്സിലാക്കാതെ ചർച്ച് ബില്ല് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് സെക്രട്ടറി പറയുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ വിശുദ്ധമായി പരിപാലിക്കപ്പെടണമെന്നാണ് ഓർത്തഡോക്സ് സഭ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും രാഷ്ട്രീയ ലാഭത്തിനായി തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ ശക്തിയാകാൻ സഭ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സഭയെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ നിലപാടെടുക്കും. അതിന് നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സഭയ്ക്ക് മുന്നിലുള്ളതെന്നും സഭാ സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഇതിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ കരുതലില്ലാത്ത പ്രതികരണം ഇടതുമുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ന്യൂനപക്ഷ വിഭാഗത്തിലെ നേതാക്കളുമായി നടത്തിയ സംവാദത്തിനിടെ ഈരാറ്റുപേട്ട സംഭവം പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരുന്നു. ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായതെന്ന്, ആ പദവിയിലിരിക്കുന്ന ആളിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് ഉണ്ടായതെന്നുമായിരുന്നു മുസ്ലിം സംഘടനകൾക്കിടയിലെ പൊതുവികാരം. സമാനമായ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയുടെ പുത്തൻ കുരിശ് യോഗത്തിലെ പ്രസ്താവനയ്ക്കെതിരെ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയുടെ പരോക്ഷ പിന്തുണ UDFനായിരുന്നു. ചർച്ച് ബില്ലിനോടുള്ള പ്രതിഷേധമാണ് ഉപതെരഞ്ഞെടുപ്പിലും പ്രകടമായത്. പുത്തൻകുരിശിലെ സ്വീകരണ ചടങ്ങിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടന്ന അടുത്ത ദിവസം തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് സഭ രംഗത്ത് വന്നിരുന്നു. നിഷ്പക്ഷത പാലിക്കേണ്ട സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി അത് പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സഭാ നേതൃത്വം നിയമപരമല്ലാത്ത രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും വിമർശിച്ചിരുന്നു.